സൗന്ദര്യലഹരിയൻ സൗഭാഗ്യലഹരി. ശങ്കരവാണിയാം സൗന്ദര്യലഹരിയെ ശങ്കയോടെങ്കിലും ഞാൻ എഴുതിയിടവേ, ശാരദ ചന്ദ്രിക പോൽ നിന്റെ കാരുണ്യം ശങ്കരീ നീ നൽകി അക്ഷരപ്പൂക്കളായി. ജഗദ്ഗുരു ശ്രീശങ്കര ഭഗവത്പാദരുടെ ശക്തിസ്വരൂപിണിയായ ഭഗവതിയെ സ്തുതിക്കുന്ന 100 ശ്ലോകങ്ങളോടുകൂടിയ സൗന്ദര്യലഹരി. ആ സൗന്ദര്യലഹരിയെ ഈയുള്ളവൻ അല്ലെങ്കിൽ ഈയുള്ളവനെ കൊണ്ട് ഭഗവാൻ സൗഭാഗ്യ ലഹരി എന്ന രീതിയിൽ ഭാഷാഗാനമായി എഴുതിച്ചു. അമ്മയെന്ന ഉണ്മ, അമ്മയെന്ന നന്മ, ജഗദീശ്വരിയായ ലോകമാതാവിനെ കുറിച്ച് ജഗദ്ഗുരുവായ ശ്രീശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരിയിലെ പല ശ്ലോകങ്ങളും പലപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭാഗവത ഗുരുനാഥനായ ഭാഗവത കോകിലം ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ ശ്രുതി ശുദ്ധമായ വാണിയായി മനോരമ മ്യൂസിക് പുറത്തിറക്കിയ CD പലപ്പോഴായി പല രീതിയിൽ കേട്ടിട്ടുണ്ട്. അതിമഹത്വമേറിയ വരികളും അതിൻ്റെ അതിമനോഹരമായ പാരായണവും. എന്നാൽ സൗന്ദര്യലഹരിയെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് ഒട്ടുമില്ലാത്ത ഈയുള്ളവൻ വർഷങ്ങൾക്ക് മുമ്പ് സൗന്ദര്യലഹരി പാരായണം ചെയ്ത് ഭക്തജന സമക്ഷം സമർപ്പിക്കേണ്ടായി. ഈ അടുത്ത കാലത്ത് അമ്മയുടെ കനിവ് എന്നുള്ളിലെ കഴിവായി മാറിയപ്പോൾ 1 മാസം മുമ്പ് ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥം വാങ്ങാനായി കോഴിക്കോട് ഗംഗാ ബുക്സിൽ പോയപ്പോഴാണ് അവിചാരിതമായി മാതൃഭൂമി ബുക്സിന്റെ ശ്രീശങ്കര സ്തുതികൾ എന്ന പുസ്തകം കണ്ടത്. വൃത്തിയും വെടുപ്പുമുള്ള പുസ്തകം കണ്ടപ്പോഴേ വാങ്ങാൻ തീരുമാനിച്ചു. ഡോക്ടർ കെ ഭാരതിയുടെ പരിഭാഷയിലൂടെ കണ്ണോടിച്ചപ്പോൾ മുമ്പെന്നോ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ മോഹം വീണ്ടും മൊട്ടിട്ടു. ഇതിനൊരു പരിഭാഷ പതിവ് പോലെ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ ചെയ്താലോ എന്ന ഒരു മോഹം. അതിബൃഹത്തായ സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനത്തിനൊന്നും എൻ്റെ ചെറിയ ഭാഷയ്ക്ക് ശക്തിയില്ലെന്നറിഞ്ഞിട്ടും ഭക്തജനങ്ങൾക്ക് സൗന്ദര്യലഹരിയുടെ ഒരു ചെറു അനുഭൂതി ഉണ്ടാക്കാനെങ്കിലും സാധിക്കുന്നുവെങ്കിൽ ഞാൻ ധന്യനായി എന്നതായിരുന്നു എൻ്റെ ഉള്ളിലെ ചിന്ത. ഞാൻ ഭാഗ്യവാനായി, ഞാൻ പുണ്യം നിറഞ്ഞവനായി. അതുതന്നെ എൻ്റെ സൗഭാഗ്യം. അതുകൊണ്ട് സൗന്ദര്യലഹരി എൻ്റെ സൗഭാഗ്യ ലഹരിയായി. ഒരു ദിവസം 10 ശ്ലോകങ്ങളെങ്കിലും എഴുതണമെന്നാണ് കരുതിയത്. ആദ്യ ദിവസം അങ്ങനെ തന്നെ കഴിഞ്ഞു. അടുത്ത ദിവസം 30 ശ്ലോകങ്ങൾ കൂടി പരിഭാഷ ചെയ്യാൻ സാധിച്ചു. 3-ാമത്തെ ദിവസം ബാക്കിയുള്ള 60 ശ്ലോകങ്ങളും. അമ്മയുടെ വാത്സല്യം, അമ്പാടിക്കണ്ണന്റെ കാരുണ്യം. ആദ്യം ശ്രീശങ്കര വിരചിതമായ മൂലശ്ലോകവും അതിന് താഴെയായി 4 വരികളിൽ ആ ശ്ലോകത്തിന്റെ സാമാന്യ അർത്ഥം വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ നതോന്നത വൃത്തത്തിൽ ആണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്. കാരണഭൂതരായ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ഗുരുപരമ്പരകൾ, ഭക്തജനങ്ങളായ ആസ്വാദക വൃന്ദം, ഇതിന് മനോഹരമായ ഒരു കവർ ഡിസൈൻ ചെയ്തു തന്ന എൻ്റെ സഹോദരതുല്യനായ അജി, അതോടൊപ്പം ചാലക്കുടി നിർമ്മല ബുക്സിലെ സ്നേഹധനരായ ജീവനക്കാരും അതിൻ്റെ ഉടമസ്ഥനായ രാജേട്ടൻ തുടങ്ങിയവർ, അവരൊക്കെയാണ് താങ്ങും തണലുമായി നിന്ന് ഈ പുസ്തകം പ്രകാശനത്തിന് ഒരുക്കി തന്നത്. ഇപ്പോഴാ ആ ജഗദംബികയായ ചോറ്റാനിക്കരമ്മയുടെ പുണ്യസങ്കേതത്തിൽ ജഗദ്ഗുരു രചിച്ച സൗന്ദര്യലഹരിക്ക് ഗുരുപൂർണിമയുടെ അന്ന് ഗുരുനാഥനായിരിക്കുന്ന ഭാഗവത വിദ്യാർത്ഥികൾക്കും ഭാഗവത ആചാര്യന്മാർക്കുമൊക്കെ സദ്ഗുരുവായ
യശശരീരനായ സ്വാമി ഗുരുവായൂരപ്പദാസിൻ്റെ സ്മരണയിൽ ചോറ്റാനിക്കരയിൽ സുവർണ ജയന്തി ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞം നടക്കുന്ന വേളയിൽ എൻ്റെ പ്രഭാഷണത്തിന് ശേഷം അവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായി എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരർത്ഥത്തിൽ 1975 ചിങ്ങമാസത്തിൽ ചോറ്റാനിക്കരമ്മയുടെ മേൽശാന്തിയായി ആ ഭഗവതിയുടെ പാദം പൂജിച്ച പ്രിയപ്പെട്ട അച്ഛൻ മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ആ സബരിയുടെ സുവർണ ജയന്തിയും അടുത്ത വർഷത്തേക്ക് എത്തുന്ന ഈ പുണ്യ സന്ദർഭത്തിൽ എന്നെ ഭാഗവത സപ്താഹ വേദികളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ കൈപിടിച്ചു കൊണ്ടുപോയ ഏറ്റവും വലിയ ഉണ്മയായ നന്മയായ എൻ്റെ അമ്മയുടെയും ഒക്കെ സ്മരണയിൽ ഇത് പ്രകാശനം ചെയ്യാനായി എന്നത് വലിയ ഭാഗ്യമാണ്. 24 ഗുരുക്കന്മാർ എന്ന ദത്താത്രേയ ഗീത ഭഗവതിയുടെ മുമ്പിൽ ഈ മഹായജ്ഞത്തിൽ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിച്ചതിനു ശേഷമാണ് ആ പ്രഭാഷണത്തിന്റെ സമയം 1 മണിക്കൂറോളം അമ്മ വൈകിച്ചത് ബദ്രീനാഥന്റെ പ്രിയപ്പെട്ട പൂജകനായ ആദരണീയനായ എനിക്ക് സഹോദര തുല്യനായ റാവൽജി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി കൂടി ഈ പ്രകാശന ചടങ്ങിൽ ഉണ്ടാകണം എന്ന അമ്മയുടെ സങ്കല്പമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ബദരി റാവൽജി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയും ഈ യജ്ഞത്തിൻ്റെ ആചാര്യൻ ഭാഗവത നവശുകൻ എന്ന ഭക്തലോകം വാഴ്ത്തുന്ന ബ്രഹ്മശ്രീ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരിയും ചേർന്ന് ഈ സൗഭാഗ്യലഹരിയെ, എൻ്റെ സൗഭാഗ്യത്തിൻ്റെ ലഹരിയെ സാക്ഷാൽ ശ്രീഹരി പകർന്നു തന്ന ആ സൗഭാഗ്യ ലഹരിയെ അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രകാശിപ്പിക്കാൻ സാധിച്ചത്. വളരെ സന്തോഷപൂർവം ഈ ചടങ്ങിൽ സൗഭാഗ്യലഹരി ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള, അതോടൊപ്പം ഈ ചടങ്ങുകൾക്ക് എന്നോടൊപ്പം നിന്ന എൻ്റെ സഹോദര തുല്യരായ ഭാഗവത ആചാര്യൻ കൽപ്പകഞ്ചേരി വേണുമൂസത്ത്, അതേപോലെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ഊരാളൻ ആരാധ്യനായ നാരായണേട്ടൻ, പള്ളിപ്പുറത്ത് നാരായണ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യവും, അതോടൊപ്പം തന്നെ ചോറ്റാനിക്കരമ്മയുടെ പ്രിയപ്പെട്ട മേൽശാന്തിയും എൻ്റെ സഹോദര തുല്യനുമായ ബ്രഹ്മശ്രീ താന്നിയിൽ മതിയത്ത് കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മാനേജർ ശ്രീമതി രഞ്ജിനി രാധാകൃഷ്ണൻ, കൂടാതെ ഭാഗവത ആചാര്യന്മാര് ഗുരുതുല്യരായ സർവശ്രീ വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി, തത്തനംപിള്ളി കൃഷ്ണയ്യർ, ഇളങ്കുന്നപ്പുഴ മനോജ് മൂസത്ത്, ആറ്റുപുറം സന്ദീപ് നമ്പൂതിരി എന്നിവരുടെയും ഒരുപാട് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഈ പ്രകാശനം നടന്നത് എന്നത് വലിയ സന്തോഷമാണ്. ഈ പ്രകാശനത്തിന് മുമ്പായി ഞാൻ പ്രഭാഷണത്തിനിടയിൽ സാക്ഷാൽ സ്വാമി ഗുരുവായൂരപ്പദാസിനെ കുറിച്ച് എഴുതിയ ആ സ്മരണാദശകം 10 ശ്ലോകങ്ങളും, അതേപോലെ അച്ഛൻ ജീവിത ദുഃഖങ്ങളിലും പ്രാരബ്ധങ്ങളിലും പെട്ട് നട്ടം തിരിയുമ്പോൾ ആ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ഉദ്ഘാടനം ചെയ്യുവാൻ എന്ന ശ്ലോക മാല്യവും ഭക്തജനങ്ങളായ നിങ്ങളുടെ മുമ്പിൽ ഇതോടൊപ്പം അവതരിപ്പിക്കുകയാണ്. കൂടാതെ ഈ പുസ്തകം സൗഭാഗ്യലഹരി എന്ന ഈ പുസ്തകം, അതിൽ ഒരു ശ്ലോകം പിന്നീട് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഭാഷാഗാനം എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതിലെ ആദ്യത്തെയും അവസാനത്തെയും ശ്ലോകങ്ങളും അതിൻ്റെ പരിഭാഷയും
ഇവിടെ ചൊല്ലാം. ഈ പുസ്തകം വേണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ ഇതോടൊപ്പമുള്ള നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടാൽ അവർക്ക് പുസ്തകം അയച്ചു കൊടുക്കാം എന്നുകൂടി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ആ ശ്ലോകങ്ങളിലേക്ക്, ആദ്യത്തെ ശ്ലോകം അതിൻ്റെ പരിഭാഷ, 100-ാമത്തെ ശ്ലോകം അതിൻ്റെ പരിഭാഷ. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. ശിവൻ ശക്തി സമേതനായി പ്രപഞ്ചത്തിൻ സൃഷ്ടി ചെയ്തു. ശക്തിയില്ലേൽ സ്പന്ദിക്കാനും ശക്തനല്ലവൻ. ത്രിമൂർത്തികൾ ആരാധിക്കും അവിടുത്തെ സ്തുതിക്കുവാൻ. കഴിയുമോ മുജ്ജന്മത്തിൽ പുണ്യം നേടാത്തോൻ. പ്രദീപജ്വാലാഭിർ ദിവസകരനീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോപലജലലവൈരർഘ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭിസ്തവ ജനനി വാചാം സ്തുതിരിയം. സൂര്യരശ്മിയാകും ദീപം സൂര്യനു നീരാജനമായി. ചന്ദ്രകാന്തക്കല്ലൂരുക്കി ചന്ദ്രതർപ്പണം. സമുദ്രത്താൽ സമുദ്രതർപ്പണം പോലെ അവിടുന്നാം. വാക്കുകളാൽ തവ പാദേ എൻ സമർപ്പണം. ആദ്യം സ്വാമി ഗുരുവായൂരപ്പദാസിനെ കുറിച്ചുള്ള വരികൾ, തുടർന്ന് അച്ഛൻ്റെ വരികൾ. അന്നൊരിക്കൽ ഞാൻ എന്നച്ഛനൊപ്പം അച്യുത കഥകളെ കേട്ടിടാനായി അമ്പലത്തിൽ ചെന്ന നേരമതാ ആചാര്യവാണി മുഴങ്ങിടുന്നു. കാവിയാം മുണ്ടൊന്നുടുത്തിട്ടുണ്ട്, കാവി നിറമുള്ള വേഷ്ടിയുണ്ട്, കണ്ഠത്തിൽ രുദ്രാക്ഷമാലയുണ്ട്. കണ്ടു ഞാനൊരു ദിവ്യരൂപം. സ്വാമി ഗുരുവായൂരപ്പദാസൻ സ്വാരസ്യമോടെ ചിരിച്ചുവപ്പോൾ സ്വനമോ ഭക്തിയാലാദ്രമായി സ്വാഗതമോദിനാൻ സ്വാസ്ഥ്യമോടെ. തങ്കക്കസവുള്ള മുണ്ടു ചുറ്റി താതനോടൊപ്പം നടന്നു ഞാനും. താണു തൊഴുതു വന്ദിച്ച നേരം താടി തടവി ചിരിച്ചു സ്വാമി. അന്നെനിക്കാറു വയസ്സു പ്രായം, അന്നെൻ്റെ ബാല്യവിഹായസ്സിലായി ആ സ്വാമി കത്തിച്ച ഭദ്രദീപം ആത്മീയ ജ്യോതിസായി മിന്നിടുന്നു. സ്വാമി സംസാരിക്കും നേരങ്ങളിൽ സ്വാതന്ത്ര്യമോടെ നാം സംസാരിച്ചാൽ സ്വാമി കോപിക്കും, മുഖം ചുവക്കും, സാന്ത്വനിപ്പിച്ചിടും വൈകിടാതെ. നരസിംഹസ്വാമി തൻ ദിവ്യലീല, നരനായി ഹരിയാട് പുണ്യലീല. നവരസഭാവങ്ങൾ ചേർത്തുവച്ച് നന്നായി പറഞ്ഞിടും സ്വാമി താനും. ഗോപികാഭക്തി വർണ്ണിച്ചിടുമ്പോൾ ഗോപിയെ പോലെ കരയും സ്വാമി. ഉത്തമ ഭക്തി തൻ പാദങ്ങളിൽ ഉദ്ധവനെ പോലെ വന്ദിച്ചിടും. വാത്സല്യത്തോടെന്നെ ചേർത്തു നിർത്തും, വാക്കുകൾ തേൻതുള്ളി പോലൊഴുകും. വർഷങ്ങളേറെ പിന്നിട്ടെങ്കിലും വർണ്ണചിത്രം പോലെ എന്നിലുണ്ട്.
ഇന്ദിരാകാന്തന്റെ കാരുണ്യത്താൽ ഇന്നീ വരികളെഴുതാനായി ഈ ഗുരുനാഥന്റെ ദിവ്യരൂപം ഇന്നുമെൻ ഹൃത്തിലായി മിന്നിടുന്നു. അത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചോറ്റാനിക്കരവാണിടും ഭഗവതി ത്വൽപാദ പത്മങ്ങളിൽ ചാർത്താനുള്ളൊരു പൂവിനായി പലനാൾ ക്ലേശിച്ചൊരൻ ജീവിതം ചുറ്റി ചുറ്റി വലഞ്ഞ നീണ്ട ഭജനം കൊല്ലങ്ങൾ ഞാൻ ചെയ്തിലും മാറ്റിത്തങ്ങൾ നിറഞ്ഞൊരൻ വിനകളോ തീരാത്തതാണ് അദ്ഭുതം. ശാന്തിക്കെന്നെ വിളിക്കുവാനൊരു തരം വന്നെങ്കിലാട്ടെ, മനഃശാന്തിക്കായിനിയേറെ നാളടിയനെ ശിക്ഷാർഹനാക്കിയിടൊല. ശാന്താകാരവപുസ്സെടുത്ത ഭഗവാനോടൊന്നു ചോദിച്ചു, വിശ്രാന്തിക്കാസ്പദമായ പൂജകപദം നൽകി സഹായിക്കണം. എന്നാണമ്മ കനിഞ്ഞിടുന്ന സുദിനം വന്നിടുമെന്നോർത്തു നാളെണ്ണി തള്ളി നയിച്ചിടുന്നതവിടുന്നല്ലാതെ കാണുന്നിതോ. എന്നമ്മയ്ക്കു കടുത്ത രോഷമിവനോടെന്നോ ജഗന്നായികെ, ദണ്ഡിപ്പിക്കരുതെന്നെ എൻ വിനകളെ തീർത്തൊന്നു രക്ഷിക്കണം. സത്യത്തിനു വിരുദ്ധമായി പലതും ചെയ്യിക്കും ഈ ജീവിതം. സ്വാർത്ഥത്തിനു പുകഴ്ച പൂണ്ട മനുജന്മാർ ദിവ്യരാം കാലവും. സാരം വാക്കുകൾ മിഥ്യയെന്നു വരുമാറുച്ചത്തിൽ ചൊല്ലുന്നവേ, സായുജ്യം വരുമെന്ന മട്ടിലതിനെ പൂജിപ്പുമാലോകരും. പറ്റാം തെറ്റുകൾ എത്രയെങ്കിലും അഹോ നിൻ പാദപത്മങ്ങളിൽ പറ്റിക്കൂടുവതിന്നു മാത്രമടിയെന്നൊക്കാതെയും വന്നിടാം. ചുറ്റിക്കേണ്ടവനെന്ന മട്ടിലവിടുന്നെന്നെ ധരിച്ചാലിനി പറ്റിക്കാനൊരു കാപ്പു നോക്കിയടിയൻ നാവിട്ടടിക്കും ദൃഢം. മായാലോകമിവന്നു നിത്യദുരിതക്കുണ്ടെന്നു തോന്നിയിടണം. മാതൃത്വത്തിനു കാതലാം ഭവതി തൻ രൂപം ചിദാനന്ദകം. ഭാവോന്മാദകമായൊരജ്ഞതയിൽ ഞാനാരും തുണയ്ക്കാവിധം മാലിൽ പെട്ടുഴലാതെ നോക്കുവതിനീ മാതാവു മാത്രം തുണ. എത്തേണം മമ ചിന്തയെന്നും അവിടെ തൃപ്പാദപത്മങ്ങളിൽ. ചിത്തേ മറ്റൊരു വസ്തു തോന്നരുതിതോ മാതൃത്വ സന്തോഷം. എല്ലായ്പ്പോഴും എനിക്കു വേണ്ടി അവിടുന്നൊത്താശ ചെയ്യായിലോ. എന്നും ഞാനൊരു പാപിയായി ദുരിതക്കുണ്ടിൽ കിടന്നിടുമേ. പ്രാരബ്ധത്തിരമാല വന്നടിയനിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കലും പാരുഷ്യം കലരും പടിക്കടിയനിൽ ത്വച്ചിന്ത വിട്ടാകിലും. പാലാഴിക്കുടയോന്റെ പത്നി അവിടുന്നെന്നെ ത്യജിച്ചിടുകിൽ പാരം പാലിനു ഭാരമായി അടിയനിൽ നില്ലാശ ജീവിക്കുവാൻ. കാലുഷ്യം കരുതേണ്ട മട്ടിലടിയൻ തെറ്റൊന്നുമിന്നേവരെ കാണിക്കാനിടയായതില്ല. വെറുതെ ശിക്ഷിക്കയോ സാഹസം. കാരുണ്യത്തിനു കാത്തുകാത്തടിയനോ വാർദ്ധക്യമാർന്നീടിലും കാൽത്താരിങ്കലുറച്ച ഭക്തിയരുളിക്കൊണ്ടെന്നെ രക്ഷിക്കണേ. നേരിൽ നിൻ സവിധത്തിലെത്തിയടിയൻ പ്രാരാബ്ധ സംപീഡിതൻ. നാമോച്ചാരണമന്ത്രഘോഷ കുസുമം നിൻ മുമ്പിലർപ്പിക്കുവാൻ. നാമം ഭംഗിയിൽ മാറി മാറിയുര ചെയ്തിടാൻ സദാ നിൻപദേ നിത്യം. പൂജകനൊത്ത മാന്യപദമേ കൃഷ്ണനു തന്നീടുമോ. ഇല്ലത്തൊന്നിനുമില്ല മാർഗം
അഥവാ പൂജിച്ചു കൂടിയിടുവാൻ ഇല്ലം തന്നെയുമില്ല എന്ന നിലയാണിന്നെൻ്റെ ഈ ജീവിതം. ഇല്ലാമോഹമെനിക്കു വാഴ്ച നിലയായെന്നാലും ആശിപ്പു ഞാൻ. വല്ലാതാർത്തിയൊഴിഞ്ഞു പൂജക നിലയ്ക്കമ്മേ ഭജിച്ചിടുവാൻ. ആശാപാശമറുത്തിടാത്ത മനുജൻ ചോദിച്ചതൊക്കെ തരാനാശിച്ചങ്ങനെ കയ്യു നീട്ടി വിലസും വിശ്വൈകനാഥേ തൊഴ. ക്ലേശം സർവമൊഴിച്ചു ഭക്തിയൊരുളാൻ നാളേറെ നീക്കേണമോ. വിശ്വാസം മതി നിൻ പദത്തണലിലേക്കെന്നല്ലി വേദോക്തികൾ. ഒട്ടാണ്ടായി വിടുപ്പു കെട്ടു തലയിൽ ഭേസി സ്വയം നീങ്ങുവാനൊക്കാമട്ടിലിരച്ചു കേറിടുമതിൻ നാറ്റം സഹിച്ചും സദാ. ഒന്നിനും കഴിയാതെ പൊങ്ങുതടി പോൽ പൊങ്ങിക്കിടക്കുന്നിവൻ. ഒന്നെന്നിൽ കനിയേണമമ്മ കരുണ കണ്ണൊന്നയക്കേണമേ. ഒറ്റയ്ക്കെന്നിലെ വൃത്തികേടു കഴുകാൻ സച്ചിത്തമേകിടുവാൻ ഒക്കില്ലെന്നു വരുന്നതാകി ഹരിയെ കൂട്ടിന്നു കൂട്ടാം ശിവേ. ഒറ്റക്കാലനു തുല്യനാകുമടിയെന്നങ്ങോട്ടടുത്തെത്തുവാൻ ഒക്കില്ലെന്നതറിഞ്ഞു നിങ്ങളിരുപേരിങ്ങെത്തിയാൽ ഭാഗ്യവാൻ. സായുജ്യത്തിനു വേണ്ടിയല്ല ഭഗവത് ധ്യാനം നടത്തുന്നത്. സാക്ഷാൽ ശ്രീഹരി തൻ്റെ പാദയുഗളം കണ്ടോർത്തു പാർത്തിയിടുവാൻ. സാക്ഷാൽ വായുപുരത്തിലെത്തി അവിടുത്തെ തൃപ്തി നേടിയിടുവാൻ. സർവാലങ്കൃതനായ ബാലഹരിയെ കിട്ടാൻ വിടാതായിടാൻ സാഷ്ടാംഗം പ്രണമിപ്പു. ശാന്തി വരുവാനിയുള്ളവൻ നിൽപ്പതേ വന്നേക്കാമൊരു വേള നിന്റെ ഭജനക്കാരൻ്റെ വേഷത്തിൽ ഞാൻ. അന്നാ നാടകരംഗ പൂജ മുഴുമിപ്പിച്ചിടുവാൻ ശ്രീഹരിക്കെന്നേ ചാർജു കൊടുപ്പു. രംഗമതുപോൽ ഉദ്ഘാടനം ചെയ്യുവാൻ. കാവ്യത്തിൻ മണിയായി ശ്രേഷ്ഠ ഗുരുവാം ശ്രീശങ്കരൻ തീർത്തൊരാ സൗന്ദര്യത്തിനു ചേർന്ന ദിവ്യലഹരി ഞാനും രുചിച്ചാദരം. സൗഭാഗ്യത്തിനു ചേർത്തുവച്ച ലഹരി നേദ്യം രചിച്ചാദരം. കാരുണ്യത്തിനു കാതലായ ജനനീ പാദത്തിൽ ചേർക്കട്ടെ ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. അമ്മേ നാരായണ.